അയ്യാ വണക്കം. അങ്ങനെ ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി രംഗത്തെത്തുന്നു. ബീഹാറിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഒരു പറ്റം ഫയലുകളുമായി തലച്ചുമടെടുത്ത് കൊണ്ടുവന്ന് അവിടെ വയ്ക്കുന്നു. അവസാനം വോട്ട് ചോരിയുടെ ആ മഹാസത്യം ബീഹാർ എന്ന് പറയുന്ന ആ ഹിന്ദി ഹൃദയഭൂമിയിൽ വെച്ച് രാഹുൽ ഗാന്ധി പൊട്ടിക്കുന്നു. നരേന്ദ്രമോദി ഒന്ന് ഞെട്ടുന്നു. നരേന്ദ്രമോദി അങ്ങനെ ഞെട്ടിയ ശേഷം നരേന്ദ്രമോദി ഉടനെ പറഞ്ഞു, ഐ ആം ട്രാപ്ഡ്. ബീഹാറിൽ ഇനി നമുക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു ഷാ എന്ന് മോദി പറയുന്നു. ഉടനെ ഷാ ഒന്ന് തല ഇങ്ങനെ ചൊറിയുന്നു. അതിനുശേഷം ഷാ പറയുന്നു, നമുക്ക് ഡോവലിനെ വിളിക്കാം. ഡോവൽ വഴി നമുക്ക് EVM ഒന്ന് സ്മഡ്ജ് ചെയ്ത് ഡോഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ വിജയിക്കാനായി സാധിക്കും. അതിനി നടക്കില്ല എന്ന് സൈഡിൽ നിന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. അതെന്തുകൊണ്ട് നടക്കില്ല എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അപ്പുറത്തിൽ നിന്ന് ചോദിക്കുന്നു. EVMൽ ഇനി കളി നടക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് EVM ഹാക്കിങ്ങും രാഹുൽ ഗാന്ധി അഥവാ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ ലോകകിഴങ്ങനായിട്ടുള്ള രാഗ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് നടക്കില്ല. വോട്ട് ചോദ്യം ഇപ്പോൾ അയാൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന BJPയുടെ ഭാവി വാഗ്ദാനമായിട്ടുള്ള ചിരാഗ് പാസ്വാൻ പറയുന്നു, വിളിക്കുക, BJPയുടെ തുറുപ്പ് ചീട്ടായ അവനെ വിളിക്കുക എന്ന് പറയുന്നു. ആരാണവൻ? ഭീകരനാണവൻ, ഭീകരൻ, കൊടും ഭീകരൻ. അങ്ങ് ജമ്മു കശ്മീരിൽ നിന്ന് പോലും കേരളത്തിലേക്ക് വോട്ടർമാരെ ഇറക്കി BJPക്ക് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ഭീകരൻ B. ഗോപാലകൃഷ്ണൻ. അങ്ങനെ B. ഗോപാലകൃഷ്ണനെ വിളിക്കുന്നു. ബീഹാറിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. ബീഹാറിൽ ഇപ്പോൾ അട്ടിയോ ചട്ടിയോ എന്തു വേണമെങ്കിലും മറിച്ചു തരാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇതാ ബീഹാറിലേക്ക് ഗോപാലകൃഷ്ണൻ്റെ അജ്ഞാതകരങ്ങൾ എത്തുന്നു. രാഹുൽ ഗാന്ധി പോലും അറിയാതെ ആ അജ്ഞാതകരങ്ങൾ ബീഹാറിനെ അട്ടിമറിക്കുന്നു. അങ്ങനെ ബീഹാറിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് വമ്പൻ വിജയം. ഒരു സമയത്ത് സത്യം പറയട്ടെ, എനിക്ക് പോലും തോന്നിപ്പോയി വോട്ട് ചോദ്യം ഉണ്ടാ നമ്മയാണ് തന്നെ. സത്യമായിട്ട് ഇതെന്തൊരു പോക്കടേ ഈ പോണത്. 208 സീറ്റ് വരെ ലീഡിൽ ഇങ്ങനെ കയറി വന്നാണ്. എത്ര? 208. സത്യം പറയട്ടാ, കണ്ണ് നിറഞ്ഞുപോയി. 208 സീറ്റ് ആകപ്പാടെ ഉള്ളത്. 200 സംതിങ് സീറ്റേ അവിടെ ഉള്ളൂ. 263 എത്ര സീറ്റേ അവിടെ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ 208 സീറ്റ്. സത്യം പറഞ്ഞാൽ തോന്നിപ്പോയി ഈ വോട്ട് ചോദ്യം ഉണ്ടാടേ എന്നെനിക്ക് തോന്നിപ്പോയി. അതേ ഇനി ജനങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ണസ്രാങ്ങിൻ്റെ അവസ്ഥയായിരുന്നു. എനിക്ക് വട്ടായതാണ്, അതേ ഇനി ജനങ്ങൾക്ക് മൊത്തം വട്ടായതാണ് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മാതിരി പോക്കാണ് ബീഹാറിൽ BJP പോകുന്നത്. അമിത്ഷാ പ്രവചിച്ചു, ആ പ്രവചനം തെറ്റി. അമിത്ഷാ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ സീറ്റ് നേടി. നരേന്ദ്രമോദി ഇപ്പോൾ വായും വളർന്നിരിക്കുകയായിരിക്കും സത്യം പറഞ്ഞാൽ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ. നിതീഷ് കുമാർ ചിരിച്ചുകൊണ്ട് കമന്നടിച്ച് വീണെന്നാണ് അറിഞ്ഞത്. അത് വേറൊരു സൈഡിൽ. അപ്പുറത്ത് രാഹുൽ ഗാന്ധി പച്ചാളം ബാസിയെ പോലെ ഇരിക്കുന്നുണ്ട്. ഒരു ലോഡ് പേപ്പറാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇനി വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും ഇവിടെയുള്ള സകല മാധ്യമങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഡിസെക്റ്റ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബീഹാറിലെ യാദവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, OBC വോട്ടുകൾ ആ മേഖല ഈ മേഖലയിലോട്ട് ചായണം, ഈ മേഖല ആ മേഖലയിലോട്ട് ചായണം. അവിടെ നിന്ന് ഇവിടെ വന്നാൽ ഇവിടുത്തെ വോട്ട് അവിടെ പോവും, ഇവിടുത്തെ വോട്ട് ഇവിടെ വന്നാൽ ഇവിടുത്തെ വോട്ട് അടിയിൽ കൂടെ മോളിൽ കയറി വരും. എന്തൊക്കെ ബഹളമായിരുന്നു. അവസാനം ഇവന്മാർ പോലും വിചാരിക്കാത്ത. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഡെസ്കുകളൊക്കെ രാവിലെ ഇരുന്ന മൂകമായിരുന്നു. ഹാഷ്മി അവിടെ കിടന്നുകൊണ്ട് അയ്യോ എന്നൊക്കെ വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ ഒരു ഓളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ്റെ ഒരു അയ്യോ വിളി വരുന്നത്. ഒരു നിമിഷം എനിക്കൊരു പാനിക് അറ്റാക്ക് വരുമെന്ന് ഞാനങ്ങ് പേടിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ബീഹാറിൽ. യഥാർത്ഥത്തിൽ ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും ഇത് SIRൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇത് വോട്ട് ചോദ്യമാണ്. CCTV ദൃശ്യങ്ങൾ മൊത്തത്തിൽ എന്തായിപ്പോയി? ഫീസ് അടിച്ചു പോയി, അല്ലെങ്കിൽ കറണ്ട് അടിച്ചു പോയി. CCTV ദൃശ്യങ്ങൾ മൊത്തം ഇടിവെട്ടി പോകാൻ അവിടെ ഇരിക്കുന്നത് PP ഷിബു ആണോ? സാമി PP ഷിബു ഈ ആശ്രമം കത്തിച്ചത് അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ബീഹാർ അണ്ടം കീറി. എന്തായാലും വോട്ട് ചോദ്യമുണ്ട്, EVM ചോദ്യം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിത് മനസ്സിലാവാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ EVM ഹാക്കിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വോട്ട് ചോദ്യം? അല്ല, EVM ഹാക്കഡ് ആണല്ലോ, പിന്നെ എന്തിനാണ് ഈ വോട്ട് ചോർക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് ചേർക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് ചോരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അഥവാ ഇനി വോട്ട് ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് EVM ഹാക്ക് ചെയ്യുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഒന്നെങ്കിൽ EVM ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വോട്ട് ചോദ്യം ഉണ്ടാക്കുക. ഇതിപ്പോൾ EVMും ഹാക്ക് ചെയ്ത് വോട്ടും ചോർത്തി B. ഗോപാലകൃഷ്ണനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്.
അത്രയ്ക്ക് വലിയ സെറ്റപ്പിലോട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. BJPക്ക് 92 സീറ്റ്, 92 ലീഡ്, 80 JDUവിന് ലീഡ്. അതുമാത്രമല്ല നമ്മുടെ ചെറുക്കൻ ചിരാഗ് പാസ്വാൻ പോളിച്ചാടിക്ക് 20-21 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ആകപ്പാടെ 27 സീറ്റ് എന്തൊക്കെ കൊടുത്തുള്ളൂ. അതിനകത്ത് 21 സീറ്റ് 20 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വിഭൂതി ഭൂതിൽ CPM ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ബീഹാറിൽ BJP വിജയിക്കാനുള്ള അല്ലെങ്കിൽ NDA വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു വലിയ ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിൽ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ടാണ്. എന്താണ്? സ്ത്രീകളുടെ വോട്ട്. കിഴങ്ങന്മാരെ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് പറയുന്നത്, കിഴങ്ങന്മാർ, നീയൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ ബീഹാറിൽ SIR നടപ്പിലാക്കിയത് കൊണ്ടാണ്, ബീഹാറിൽ വോട്ട് ചോരിയാണ്, ബീഹാറിൽ മാങ്ങാക്കൊലയാണ്, തേങ്ങാക്കൊലയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്ന ആരാ? സ്ത്രീകളാണ്. സ്ത്രീകളുടെ വോട്ടാണ് എല്ലാ ബൂത്തുകളിലും വന്ന് എല്ലാ സ്ത്രീകളും നല്ലപോലെ നെഞ്ചത്ത് കുത്തി പളന്ന് വെച്ചിട്ട് പോയിരിക്കുന്നത്. അതെ, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ വന്നതെന്ന് അറിയാമോ? നിൻ്റെ അടുത്തൊക്കെ 10,000 വട്ടം ഞാൻ ആ സമയത്തേ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ അമ്മയെ തൊട്ട് കളിക്കരുത്, നരേന്ദ്രമോദിയുടെ അമ്മയെ തൊട്ട് കളിക്കരുതെന്ന്. അമ്മയെ തൊട്ട് കളിച്ച് അവൻ്റെ തല വെട്ടി എവിടെ വെച്ചതാണ് ഇപ്പം നീയൊക്കെ കണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. മനസ്സിലായോ? ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതായത് സ്വന്തം അമ്മയെ, നരേന്ദ്രമോദിയുടെ അമ്മയെ പച്ചത്തെറി, ഈ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. ആര് വിളിച്ചത്? ഈ കോൺഗ്രസ്സുകാരും RJDക്കാരും വിളിച്ചു. അത് ഒരു വേദിയിൽ നിന്ന് വിളിച്ചു. മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയെപ്പോലെ ഷാമ്പെയിൻ കുടിച്ച് വളർന്ന ഒരു മോനല്ല നരേന്ദ്രമോദി. ആ ഷാമ്പെയിൻ കുടിച്ച് വളർന്ന മോനുമല്ല നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ അമ്മയെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആനക്കൊമ്പിൻ്റെ കട്ടിലല്ല കിടക്കുന്നത്. സോണിയാഗാന്ധിയല്ല നരേന്ദ്രമോദിയുടെ അമ്മ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ പോയി സ്വന്തം മോനെ പഠിപ്പിക്കാനും ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുമായി അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാരുടെ പാത്രങ്ങൾ മോറിയാണ് കൃത്യമായിട്ട് മോദിയെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെയൊക്കെ കോൺഗ്രസ് വെന്ത് വെണ്ണീറായി പോയില്ലെങ്കിലല്ലേടാ അത്ഭുതമുള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. മനസ്സാനന്ദം കൊണ്ട് ഇങ്ങനെ തന്തുലിതമാവുകയാണ് എന്ന് മാത്രം. നീയൊക്കെ മുടിഞ്ഞ് പണ്ടാരം ഉണങ്ങി എൻ്റെ തെരുവിൽ വന്ന് പിച്ചയെടുക്കും. നീയൊക്കെ തെരുവിൽ വന്ന് ഇങ്ങനെ പിച്ചയെടുക്കും, വല്ലതും തരണേന്ന് പറഞ്ഞ് ജനങ്ങൾ അവസാനം നിൻ്റെയൊക്കെ ആസനത്തിൽ കൂടെ കുന്തം കയറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എത്തും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം കൂടെ ചേർത്താണ് പറയുന്നത്. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നരേന്ദ്രമോദിയുടെ അമ്മയെ പറയുക. നരേന്ദ്രമോദി എന്ത് ചെയ്തു? മോദി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. മോദി ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എൻ്റെ അമ്മയല്ല ഇവർ പറയുന്നത്. പിന്നെ ആരെയാണ് പറയുന്നത്? ഈ രാജ്യത്തെ സകല അമ്മമാരെയും പെങ്ങന്മാരെയാണ് ഇവർ പറയുന്നത്. അതങ്ങ് ഏറ്റ് ബീഹാറിൽ. അതൊന്ന് പോരാത്തതിന് നരേന്ദ്രമോദി അവിടെ ഗയയിൽ ചെന്ന് സ്വന്തം അമ്മയ്ക്ക് തർപ്പണം നടത്തുക കൂടെ ചെയ്തു. അങ്ങേര് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് വലിയ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഒരു ഇമോഷണലായിട്ടുള്ളൊരു സ്ട്രാറ്റജി. രാഷ്ട്രീയം തന്നെയാണ്, അങ്ങനെ തന്നെ വെച്ചോ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ AI വീഡിയോ ഇറക്കുന്നത്. മോനെ, വോട്ട് ജോലി നീ ബീഹാറിൽ കൊണ്ട് വരല്ലേ എന്ന്. അതുവരെ പകുതി വോട്ടെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പോൾ അതും പോയി. എങ്ങനെയാണ്? ഇപ്പോൾ അതും പോയി. അപ്പോൾ ഇതൊക്കെ നമ്മളവിടെ സ്മരിക്കണം. നമ്മൾ വെറുതെ വോട്ട് കോലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലല്ലോ. നമ്മൾ ഇതൊക്കെ അവിടെ എന്ത് ചെയ്യണം? ആലോചിക്കണം. ഇനി അടുത്തത് പഹൽഗാം ഭീകരാക്രമണം. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി അവിടെ എത്തിയത്. RJDയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവിന് എന്തെങ്കിലും കിട്ടിപ്പോയേനെ. ഈ വേട്ടാവളിയെ കൊണ്ടാണ് തേജസ്വി യാദവിന് പോലും ഒന്നും കിട്ടാതെ പോയത്. തേജസ്വി യാദവ് RJD വളരെ സ്ട്രോങ് ആയിരുന്നു. അവിടെ ജംഗിൾ രാജൊക്കെ ആയിരുന്നു. അതായത് റോഡേ പോകുന്ന പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോവുക, പീഡിപ്പിക്കുക. അപ്പോൾ ഭർത്താവ് പെണ്ണിനെ അന്വേഷിച്ച് പീഡകൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ പീഡകൻ വലിയ MLA ആയിരിക്കും. അതാണ് തേജസ്വി യാദവിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ MLA പറയും 2 ദിവസം കൂടെ താമസിപ്പിച്ചിട്ട് ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ അയാൾ പറയും ഓക്കെ സാരമില്ല ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അതാണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത്. ഞാൻ വളരെ ലളിതമായിട്ട് വിശദീകരിച്ചെന്നു. അപ്പോൾ അതൊക്കെ അവിടെ സ്വാഭാവികമാണ്. നമ്മുടെ ഈ സിരിത്തൈ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, രാജമൗലിയുടെ ഒരു സിനിമയാണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴിലാക്കിയത്. കാർത്തിയാണ് അതിൽ നായിക. അതിലൊരു സീനുണ്ട് ഇതുപോലെ. അതിനകത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്, ഒരു മന്ത്രിയുടെ മോൻ. എന്നിട്ട് 3-4 ദിവസം വീട്ടിൽ വെച്ച് പീഡിപ്പിക്കും. ഈ IAS ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് എന്നും ഭാര്യയെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. അപ്പോൾ ഇത് ഒറിജിനലായിട്ട് നടന്നൊരു കഥയാണ്. ലല്ലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിന്. അതാണ് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഭരണം തിരിച്ചു കൊണ്ടുവരാനാണ് നിൻ്റെയൊക്കെ മതമൗലികവാദ മനസ്സുകൊണ്ട് നീയൊക്കെ ചിന്തിക്കുന്ന. എന്നാൽ ബീഹാറിലെ ജനങ്ങൾ ആ ഒരു ഭരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായതല്ലേ. നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അച്ചം ബീഹാറിൽ വന്ന് പരിഹസിക്കുക മാത്രമല്ല, സറണ്ടർ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സറണ്ടർ എന്ന് പറഞ്ഞവൻ്റെ അണ്ടം വലിച്ച് കീറിയിരിക്കുകയാണ് ബീഹാറിലെ ജനങ്ങൾ. അടുത്ത പോയിന്റ് എങ്ങനെയാണ്?
അടുത്ത പോയിന്റ് നരേന്ദ്ര സറണ്ടർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ സൈന്യത്തെ അപമാനിച്ചല്ലോ, ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ച ഈ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ആർമിയുടെ 11% ആൾക്കാരും ബീഹാറിൽ നിന്നുള്ളവരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവന്മാരെയൊക്കെ കൈ കിട്ടിയാൽ വച്ചിരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്തായാലും തേജസ്വി യാദവ് അതിന് ശേഷം പറഞ്ഞു, അളിയെ ഇനി ഇങ്ങോട്ട് വരൽ വന്ന പട്ടി ഒത്തുവിടുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോരാത്തതിന് 28 ബറ്റാലിയൻ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ബീഹാറിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ എന്ത് ചെയ്യാൻ, പറയാനായിട്ട്. പോരാത്തതിന് ബീഡിക്ക് GST കുറച്ചു എന്ന് പറഞ്ഞൊരു വിഷയം വന്നപ്പോൾ ആ ബീഹാറിലുള്ള ജനങ്ങളെ മുഴുവൻ കളിയാക്കി ഇവിടെ ബലരാമൻ ഒരു പോസ്റ്റ് ഇട്ടു. അതവിടെ നല്ല രീതിയിൽ BJP കൊണ്ടിട്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ അതും BJPയുടെ വിജയത്തിന് ആക്കം കൂട്ടി. നിങ്ങൾ ഈ വോട്ട് ചോദ്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തെ കുടുംബങ്ങളെ അപമാനിച്ചതാണ്. അതും ബീഹാറികൾ വച്ചു പൊറുപ്പിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെറിയ എന്താണ് അവിടെ BJPക്ക് ജയിക്കാനുള്ള വലിയ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു BJPയുടെ 75 ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 10,000 രൂപ വീതം ഇട്ടുകൊടുക്കുമെന്ന് പറയുന്നത്. ആദ്യമൊക്കെ അവിടെ മഹാസഖ്യം എന്ത് ചെയ്തു, ഇത് വായ്പയായിട്ട് തരുന്നതാണ്, തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് നടക്കില്ല എന്ന് മനസ്സിലായി. അത് നടക്കില്ല എന്ന് മനസ്സിലാകുക മാത്രമല്ല, എന്തായി അവസാനമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നടക്കില്ല എന്ന് മനസ്സിലായ മഹാഗഡ്ബന്ധൻ 30,000 രൂപ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. പക്ഷേ ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. കാരണം ആ ഒരു പഴയ ജംഗിൾ രാജ് ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് കൃത്യമായിട്ട് ഇവിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സിൽ ആ ഒരു ജംഗിൾ രാജുണ്ട്. ലല്ലു പ്രസാദ് യാദവ്, അതായത് ഒരു സ്ത്രീക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, അകത്ത് കയറി വന്ന് പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് കളയും, ചോദിക്കാനും പറയാനും ചെന്ന് കഴിഞ്ഞാൽ വെട്ടിപ്പിരിത്ത് കളയുമാർ. അതാണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജംഗിൾ രാജ് ബീഹാറിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ റിക്കവറായി വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ആ ജംഗിൾ രാജ് തിരിച്ചു വന്നോട്ടെ എന്ന് ബീഹാറിലെ ജനങ്ങളോട് ഇവൻ വന്ന് ചോദിക്കുന്നത്. പിന്നെ കേരളത്തിലുള്ള മാപ്രകൾക്ക് BJPയെ കണ്ണെടുത്താൽ കണ്ടുകൂടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവന്മാർക്ക് ഏത് പുല്ല് ഭരണം വന്നാലും കുഴപ്പമില്ല. സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതോ സ്ത്രീകളെ 4 കഷ്ണമായിട്ട് വെട്ടി കുഴിച്ചു മൂടുന്നതോ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. BJP പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ലൈനാണ് ഇവന്മാർക്ക് മൊത്തത്തിലുള്ളത്. അത് നമുക്കൊന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു സംഭവം ബീഹാറിൽ ഈ ജനങ്ങൾക്ക് ഇത്രയും രൂപ ഇട്ടുകൊടുക്കാം എന്ന് അവിടെ നമ്മുടെ BJPയും നമ്മുടെ നരേന്ദ്രമോദിയും കൊണ്ടുവന്ന ആ പദ്ധതി വലിയ രീതിയിൽ അങ്ങ് കിളച്ചു പിടിച്ചു. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് വളരെയധികം അതും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ളൊരു പദ്ധതിയാണ് മദ്യനിരോധനം. 2015 വാഗ്ദാന പ്രകാരം സ്ത്രീകൾക്ക് വേണ്ടി ആര് നടപ്പിലാക്കി? നിതീഷ് കുമാർ അങ്ങ് നടപ്പിലാക്കി. നിതീഷ് കുമാർ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ പുച്ഛിച്ചു. ഇന്ന് അവൻ മുട്ടയിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ മോളിൽ കയറി ഇന്ന് അടയിരുന്നാൽ മതി. മുട്ടയിട്ട് അവിടെ ഇരിക്കുകയാണ്, ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി മോളിൽ ഇരുന്ന് അടയിരുന്ന് മുട്ട വിരിയിക്കുക, അത് മാത്രമേ ഉള്ളൂ. 0. എങ്ങനെയാണ്? വട്ടപൂജ്യം. ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ നിതീഷ് കുമാറിൻ്റെ രണ്ടാമത്തെ അവിടെയുള്ള ഭരണ മികവായിരുന്നു മദ്യനിരോധനം. അങ്ങനെ മദ്യനിരോധനം അവിടെ കൊണ്ടുവന്നപ്പോൾ സ്ത്രീ വോട്ടർമാർ എന്ത് ചെയ്തു? ആദിഭീകരമായിട്ട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, മദ്യനിരോധനം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞവന്മാരെയും അവിടെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്തു? നോട്ട് ചെയ്തു വെച്ചു. ഇനി ഇവരെയാണ് നിങ്ങൾ ബുദ്ധിയില്ല, പ്രബുദ്ധർ അല്ല എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ബാറുകൾ കൂടുതൽ തുറക്കുന്ന, ഏറ്റവും കൂടുതൽ MDMA മയക്കുമരുന്നൊക്കെ ഇങ്ങോട്ടേക്ക് സുലഭമായി കടത്തിവിടാൻ വഴി തുറന്നു കൊടുക്കുന്ന ആൾക്കാർക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ സ്ത്രീകൾ നോക്ക്, വാഗ്ദാനം കൊണ്ടുവന്നു, ആ വാഗ്ദാനം നടപ്പിലാക്കി, അടുത്ത തവണയും ഈ വാഗ്ദാനം നടപ്പിലാക്കിയ അയാളെ തന്നെ അവർ അധികാരത്തിലേറ്റി. ഇതാണ് യഥാർത്ഥ പ്രബുദ്ധത എന്ന് പറയുന്നത്. സ്വപ്പം എഴുത്ത് മാന്യം കുറവായിരിക്കും, പക്ഷേ വിവരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വിവരമുണ്ടാകണമെന്നില്ല എന്ന് പണ്ട് പല ആൾക്കാരും പറഞ്ഞത് എത്ര സത്യമാണ് എന്നുള്ളത് ഈ അവസരങ്ങളിൽ ഞാൻ സ്മരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഞാൻ സ്മരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു. മദ്യനിരോധനം വലിയൊരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ ഗുഡ് ഇമേജ്. സുശാസൻ ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള വിളിപ്പേരെന്ന് പറയുന്നത്. ഇത് നിതീഷ് കുമാറിൻ്റെ പ്രതിച്ഛായയാണ്. ഈ പ്രതിച്ഛായ നിതീഷ് കുമാറിന് മാത്രമേ ഉള്ളൂ. അഴിമതി രഹിത ഭരണമാണ്. ഒച്ച എഴയും പോലെ എഴയും, പക്ഷേ അഴിമതിയില്ല.
അത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. പോരാതെ തന്നെ ഇപ്പോൾ BJP നിൽക്കുകയാണ്. BJP കൂടെ നിൽക്കുമ്പോൾ ക്രമസമാധാന പരിപാലനം അവിടെ അതിഭീകരമായിട്ടുണ്ട്. പിന്നെ വികസനം വരുന്നുണ്ട്. ക്രമസമാധാന പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംഗിൾ രാജിനെ അപേക്ഷിച്ച് ഇപ്പം പല ആൾക്കാർക്കും തോന്നും പിന്നെ ബീഹാറിൽ വലിയ ക്രമസമാധാനം. അത് നിങ്ങൾക്ക് പഴയ ബീഹാറിനെ കുറിച്ച് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ഈ പഴയ ബീഹാറിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ കിടന്ന പോലും ഉറങ്ങാൻ പറ്റില്ല, സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെയാണ് ജംഗിൾ രാജ്. ലല്ലു പ്രസാദ് വേണമെങ്കിൽ നേരിട്ട് ഇറങ്ങി വരും അതിനും. അപ്പോൾ അങ്ങനെയാണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബീഹാർ എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷവും സ്ത്രീകൾക്ക് അത്യാവശ്യം പുറത്തിറങ്ങാം. അതൊരു വലിയ മാറ്റമാണല്ലോ, അല്ലേ? അപ്പോൾ 6 മണിക്ക് ശേഷവും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം. ഇത് 60 കൊല്ലമായിട്ട് ഈ വേട്ടാവളിയന്മാർ ഭരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ വലിയ കറയാണ്. മനസ്സിലായില്ലേ? 60 കൊല്ലം പുക വലിച്ചവൻ്റെ ലെങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാർ ഇത്ര ഉണ്ടാവും. പിന്നെ അത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ തേച്ചൊരയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ബീഹാറിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന സംഭവം. അപ്പോൾ നിതീഷ് കുമാറിൻ്റെ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിച്ഛയാണ് സദ്ഭരണ ബാബു. ഇതാണ് സുശാസൻ ബാബു എന്ന് പറയുന്ന അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ ബീഹാറിൽ വൈദ്യുതി സംവിധാനത്തിലെ പുരോഗതി അത് അതിഭീകരമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ്. എല്ലായിടത്തും വെള്ളമെത്തി, എല്ലായിടത്തും വൈദ്യുതി എത്തി. പോരാത്തതിന് സംസ്ഥാനത്തിലെ എല്ലാ കോണുകളിലും നല്ല റോഡുകളെത്തി. പ്രത്യേകിച്ച് ബീഹാറിലെ നഗരപ്രദേശങ്ങളിൽ നല്ല നല്ല റോഡുകളും കാര്യങ്ങളും എത്തിത്തുടങ്ങി. ബീഹാറിനെ നരേന്ദ്രമോദി വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. 40 ലോക്സഭാ സീറ്റാണ് അവിടെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കണം. 40 ലോക്സഭാ സീറ്റ് അങ്ങനെ വാരിക്കോരി കൊടുത്തു. വികസനത്തിൻ്റെ വേഗത തുടരും എന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തു. കൊലപാതക സംഭവം, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് കൊലപാതക സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അത് ക്രമസമാധാന നില തകർത്തു എന്ന് ഈ തേജസ്വി യാദവ് അടക്കമുള്ളവർ പറയാനായിട്ട് ശ്രമിച്ചുവെങ്കിലും നിങ്ങളുടെ ഭരണം ഉണ്ടല്ലോ, അതായത് ജംഗിൾ രാജ്, അതെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇയാളുടെ വാക്കുകളെ നിർവീര്യമാക്കി കളഞ്ഞു. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലല്ലു പ്രസാദ് യാദവിൻ്റെ ആ 15 കൊല്ലത്തെ ഭരണമാണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത്. അത് മൊത്തത്തിൽ നിർവീര്യമാക്കി കഴിഞ്ഞു. പോരാത്തതിന് വ്യക്തിപരമായിട്ടുള്ള നിതീഷ് കുമാറിന് നേരെയുള്ള അധിക്ഷേപങ്ങൾ, ഈ അധിക്ഷേപങ്ങളെല്ലാം നിതീഷ് കുമാർ നേരിട്ടത് എങ്ങനെയാണ്? നിതീഷ് കുമാർ ഇതിനെല്ലാം സഹാനുഭൂതിയോടുകൂടിയാണ് നേരിട്ടത്. അതും ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരു സഹതാപം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ രോഗിയായിട്ടുള്ള മുഖ്യമന്ത്രി, അഴിമതിയൊന്നും പറയാനില്ല, അതുകൊണ്ട് രോഗി, കിളവൻ ഇങ്ങനെയാണ് പറഞ്ഞ് അധിക്ഷേപിച്ചത്. രോഗിയായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, എഴുതിയടക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ നിതീഷ് കുമാർ എന്ത് ചെയ്തു? തൻ്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിച്ചു. പ്രശാന്ത് കിഷോർ പറഞ്ഞു, ഈ രോഗിയായിട്ടുള്ള ഈ നിതീഷ് കുമാറിൻ്റെ ആരോഗ്യത്തിൻ്റെ ബുള്ളറ്റിൻ, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ഒരു പ്രതിഫലനമുണ്ടാക്കി. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിലാണ് നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ മോനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ, കാണാൻ ഋത്തിക് റോഷനെ പോലെ ഇരിക്കും, ആ ചിരാഗ് പാസ്വാനെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിച്ചു വിടുന്നത്. ഇറങ്ങടാ മോനെ എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ ഈ ചിരാഗ് പാസ്വാൻ 137 സീറ്റിൽ മത്സരിക്കാനായിട്ട് നിന്നു. 1 സീറ്റിലാണ് വിജയിച്ചതും. അതായത് അന്ന് NDAയുടെ ഭാഗമല്ലായിരുന്നു. ഇത്തവണ ചിരാഗ് പാസ്വാൻ്റെ സ്ട്രൈക്ക് റേറ്റ് 75%. 27 സീറ്റ് NDAയുടെ ഭാഗത്തു നിന്ന് കൊടുത്തു. 21 സീറ്റിലും പുള്ളി കരുത്ത് കാട്ടി. പോരാത്തതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളി 6 സീറ്റിലാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിൽ. ഇത്തവണ നിയമസഭാ സീറ്റിൽ 27 എണ്ണം കൊടുത്തു. അതിൽ 21 മുതൽ 23 സീറ്റിൽ പുള്ളി നല്ല ഗംഭീരമായിട്ട് കരുത്ത് കാട്ടുകയും ചെയ്തു. ഇനി കോൺഗ്രസിൻ്റെ നില പരിശോധിക്കുകയാണെങ്കിൽ 2 അക്കം തൊട്ടിട്ടില്ല, കച്ചി തൊട്ടിട്ടില്ല എന്ന് ചില ആൾക്കാരൊക്കെ പറയില്ല. അപ്പോൾ അതുപോലെ 2 അക്കം തൊട്ടിട്ടില്ല. NDA എന്ന് പറയുന്നത് ഇതാ നിലവിലത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 209 സീറ്റാണ് NDA മൊത്തത്തിൽ നിൽക്കുന്നത്. ആകപ്പാടെ 243 സീറ്റേ ഉള്ളൂ അവിടെ. ഈ 243 സീറ്റിൽ 200 ഇനി വോട്ട് ജോലി ഉണ്ടാടേ? അല്ല, ഈ BJP ഇപ്പോൾ എവിടെയെങ്കിലും തോക്കണമെന്നുള്ളൊരു ആവശ്യം യഥാർത്ഥത്തിൽ സംഘികളുടേതാണ്. എന്തായാലും വോട്ട് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനൊരു വഴിയുണ്ട്. കേരളത്തിൽ വരുമല്ലോ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ എല്ലായിടവും കാവി പുതയ്ക്കണം. മോദിജിയുടെ ഉള്ള അഭ്യർത്ഥനയാണ്. കേരളത്തിൽ എല്ലായിടത്തും കാവി ഇങ്ങനെ പുതപ്പിക്കണം. കാരണം വോട്ട് ജോലി ഉണ്ടല്ലോ. EVM ഒക്കെ ഹാക്ക് ചെയ്ത് മൊത്തത്തിൽ കാവി അങ്ങ് പുതപ്പിച്ച് കേരളത്തിനെ കുളിപ്പിച്ച് കിടത്തണം. അത് കഴിഞ്ഞ് നിയമസഭയിൽ 141 എത്ര സീറ്റുണ്ട്, അത്ര സീറ്റിലും എന്ത് ചെയ്യണം? ഒരു 140 സീറ്റ്. ഒരു സീറ്റ് വേണമെങ്കിൽ UDFO LDFO ലീഗോ കിടന്ന് കടിപിടി കൊടുട്ടെ. ഈ 140 സീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? EVM മൊത്തം ഹാക്ക് ചെയ്ത് കാവി മൊത്തം പുതപ്പിക്കണം. അങ്ങനെ നമുക്ക് വോട്ട് ജോലി ഉണ്ടെങ്കിൽ ആ വോട്ട് ജോലിയെ കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ വഴിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഈ 243 സീറ്റിൽ എൻ്റെ മോനെ 209 സീറ്റ് ഇപ്പം BJP, JDU 85, BJP 96 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. എല്ലാവരും ആടാ പാടലം. ബാക്കി നിങ്ങൾ പൂജിപ്പിച്ചോ. അപ്പോൾ അങ്ങനെയാണ്
ഈ RJD എന്ന് പറയുന്ന പാർട്ടിക്ക് വെറും 23 സീറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ലീഡ് ചെയ്യുന്നത് ഒരൊറ്റ സീറ്റിൽ മാത്രമാണ്. വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. ഒരൊറ്റ സീറ്റിൽ ഇവിടെ കിടന്ന് എന്തൊക്കെ തള്ളായിരുന്നു. മലത്തിക്കളയും സ്വനത്തിക്കളയും അല്ലെ, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു വഴിയുണ്ട്. അതായത് ബീഹാറിൽ 45 ദിവസം രാഹുൽ ഗാന്ധിക്ക് സമയമുണ്ട് പട്ടായയെ പോവാതെ. അതൊക്കെ നമുക്ക് പിന്നീട് കടിച്ചു പിടിച്ച് നില്ല്, മനുഷ്യൻ്റെ അതൊക്കെ അടക്കി വയ്ക്കാനുള്ളതാണ്. കടിച്ചു പിടിച്ച് നില്ല്. ഈ പട്ടായ പോവാതെ 45 ദിവസത്തിൽ എന്ത് ചെയ്യണം? 45 ദിവസം കൊണ്ട് ഇനി എല്ലായിടത്തും നിരത്തി പിടിച്ച് പരാതി കൊടുത്തോണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് കുതിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയ് രാഗ, തീയായി രാഗ. അപ്പോൾ ശരി.